ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളോട് തന്നെ സ്വയം പറയാറുണ്ട്. അവരിപ്പോ എവിടെയാന്ന് ആർക്കറിയാം, അവനിപ്പോ ആരാണെന്ന് ആർക്കറിയാം, അവരിപ്പോ എന്ത് ചെയ്യാന്ന് ആർക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറില്ലേ. അവരിപ്പോ എന്ത് ചെയ്യാന്ന് ആർക്കറിയാം, അല്ലെ? നമുക്കൊരു ഐഡിയ ഇല്ല അവരിപ്പോ എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ആരാണെന്ന് ഇപ്പൊ നമുക്കൊരു ഐഡിയ ഇല്ല. ഇങ്ങനെ ഐഡിയ ഇല്ലാത്ത സിറ്റുവേഷനിൽ നമ്മൾ പറയാറുണ്ട് ആർക്കറിയാം എന്ന് വെച്ചിട്ട് നമ്മൾ പറയാറില്ലേ. എന്ന് വെച്ചാൽ ഈ കൂട്ടത്തിൽ ആർക്കറിയാം എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മളോട് തന്നെ സ്വയം ഒരു വണ്ടർ അടിച്ചിട്ട് ഒരു ആശ്ചര്യത്തിൽ ചോദിക്കാം, ഇത് ആരാന്ന് ഇപ്പൊ ആർക്കറിയാം, അല്ലെ? നമ്മളിപ്പോ മരിച്ചു പോയാൽ എന്താണ് നമ്മുടെ ജീവിതം എന്ന് ആർക്കറിയാം, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ഇങ്ങനെയുള്ള സെന്റൻസുകൾ എങ്ങനെ നമ്മൾ എളുപ്പത്തിൽ ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെന്റൻസ്, അവൻ ആരാണോ ആർക്കറിയാം, അവൻ ആരാണോ ആർക്കറിയാം, അല്ലെ? ആർക്കറിയാം എന്ന് വെച്ചാൽ നമുക്കറിയാം എന്ത്, ഹൂ നോസ് എന്ന് പറയാം, അല്ലെ? ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ ആരോടെങ്കിലും ഒരു കാര്യം ചോദിക്കാണ്, ഇത് ആർക്കറിയാം, ഇതിന്റെ ആൻസർ ആർക്കറിയാം, ഇവൻ ആരാണെന്ന് ആർക്കറിയാം എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹൂ നോസ് എന്ന് വെച്ചിട്ടാണ് ചോദിക്കുക, അല്ലെ? ഹൂ നോസ് ഹി ഈസ്, ആർക്കറിയാം ഇവൻ ആരാണെന്ന് കൂട്ടത്തിൽ ഒരാളോട് നമ്മൾ സാധാരണ ഇൻഫോർമൽ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഹൂ നോസ് എന്ന് പറയാം. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ, ഇത് നമ്മൾ തന്നെ വണ്ടർ അടിച്ചിട്ട് പറയണം ആർക്കറിയാം ഇത് ആരാണെന്ന്, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓക്കെ, വണ്ടർ എന്ന് ആദ്യം ഉപയോഗിക്കാം കേട്ടോ. വണ്ടർ. ഇനി അവൻ ആരാണോ ആർക്കറിയാന്നല്ലേ, വണ്ടർ ഹൂ ഈസ് ഹി, ഹൂ ഈസ് ഹി. ഒരു എക്സ്ക്ലമേഷൻ മാർക്കും കൂടെ ഇട്ടെടുക്കുക കേട്ടോ. അപ്പൊ നമ്മളൊരു ആശ്ചര്യത്തിലാണ് ഇത് പറയുന്നത്. വണ്ടർ എന്ന് വെച്ചാൽ എന്താണ്? അത്ഭുതം, വിസ്മയം എന്നൊക്കെയാണ്, അല്ലെ? അത്ഭുതം, വിസ്മയം. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ്, ഒരു അത്ഭുതത്തോടെ, ഒരു വിസ്മയത്തോടെ, ഒരു ആശ്ചര്യത്തോടെ തന്നെയാണ് നമ്മളിത് പറയുന്നത്. സോ എന്താണ്, വണ്ടർ ഹൂ ഈസ് ഹി. അതുകൊണ്ടാണ് നമ്മളിവിടെ എക്സ്ക്ലമേഷൻ മാർക്ക് എഴുതുമ്പോൾ ഇടുന്നത് കേട്ടോ. പറയുകയാണെങ്കിൽ നമ്മളൊരു എക്സ്ക്ലമേഷൻ ടോണിൽ പറയാം, വണ്ടർ ഹൂ ഈസ് ഹി. ഇതാരാന്ന് ഇപ്പൊ ആർക്കറിയാം. ഓക്കെ അല്ലോ. ഇനി രണ്ടാമത്തെ സെന്റൻസ്, അവർ ആരാണോ ആർക്കറിയാം, അവരാരാണോ ആർക്കറിയാം. ഇതും എന്താണ്, ഇതേപോലെ തന്നെ പറയാം. അങ്ങനെ വണ്ടർ, ആർക്കറിയാം. നമ്മളൊരു എക്സ്ക്ലമേഷൻ ടോണിലാണ് പറയുന്നത് കേട്ടോ. സോ വണ്ടർ, അവർ ആരാണോ എന്നല്ലേ, വണ്ടർ ഹൂ ദേ ആർ. അവർ എന്നായതുകൊണ്ട് നമ്മൾ ദേ ആർ. ഓക്കെ, വണ്ടർ ഹൂ ദേ ആർ. ആർക്കറിയാം അവരാരാണെന്ന്, വണ്ടർ ഹൂ ദേ ആർ. ഓക്കെ, നെക്സ്റ്റ്, അവളിപ്പോ എന്ത് ചെയ്യാണോ ആർക്കറിയാം, അവളിപ്പോ എന്ത് ചെയ്യാണോന്ന് ആർക്കറിയാം, അവളിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോന്ന് ആർക്കറിയാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ഇതെങ്ങനെ പറയാം? ആദ്യം വണ്ടർ. ഓക്കെ, വണ്ടർ. അവളിപ്പോ എന്ത് ചെയ്യാണോ, ഓക്കെ, അവൾ ഇപ്പൊ എന്ത് ചെയ്യണോ, വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ. വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ. എക്സ്ക്ലമേഷൻ മാർക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ. ആർക്കറിയാം അവളിപ്പോ എന്ത് ചെയ്യാണെന്ന്, വണ്ടർ വാട്ട് ഷീ ഈസ് ഡൂയിങ് നൗ. ആർക്കറിയാം അവളിപ്പോ എന്ത് ചെയ്യാണെന്ന്. ഓക്കെ അല്ലേ. നെക്സ്റ്റ്, മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താണോ ആർക്കറിയാം. മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫ് എന്താണോ ആർക്കറിയാം. എങ്ങനെ പറയാം? ഓക്കെ, വണ്ടർ. ആദ്യം വണ്ടർ. ഓക്കെ, വണ്ടർ ഭാവിയിലെ കാര്യമാണ് പറയുന്നത് കേട്ടോ, അതുകൊണ്ട് നമ്മൾ വിൽ ഉപയോഗിക്കാം. വണ്ടർ വാട്ട് വി വിൽ ബി ലൈക്ക്. എന്തുപോലെ ആവും, അതൊക്കെ എന്താണ്, പോലെ അല്ലേ, നമ്മുടെ ലൈഫ് ഒക്കെ എന്തുപോലെയാവും, എന്താവും എന്നുള്ളതാ അല്ലേ. അപ്പം വണ്ടർ വാട്ട് വിൽ ബി ലൈക്ക് ആഫ്റ്റർ ഡെത്ത്. ആഫ്റ്റർ ഡെത്ത്, മരണശേഷം അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താവുന്ന ആർക്കറിയാം, അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ എന്താവുന്ന ആർക്കറിയാം, അല്ലെങ്കിൽ എന്താണോന്ന് ആർക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഒക്കെ എന്താണോന്ന് ആർക്കറിയാം. എങ്ങനെ പറഞ്ഞത്? വണ്ടർ വാട്ട് വി വിൽ ബി ലൈക്ക് ആഫ്റ്റർ ഡെത്ത്. ഓക്കെ അല്ലേ. സെന്റൻസും കൂടെ കേട്ടോ, പാസ്റ്റിലെ കാര്യമായിട്ടോ പറയുന്നത്. അവളിപ്പോ വല്ലതും കഴിച്ചിട്ടുണ്ടോ ഇല്ലേന്ന് ആർക്കറിയാം. നമ്മൾ പറയാറില്ലേ, നമ്മൾ കുട്ടികളൊക്കെ പുറത്തു പോയാലോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ പുറത്തു പോയാലോ ഇപ്പൊ അവരിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്നില്ലെന്ന് ആർക്കറിയാം, അല്ലെ? അവളിപ്പോ വല്ലതും കുടിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം, അവൾക്ക് വല്ലതും കുടിക്കാൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് ആർക്കറിയാം. ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ ഇതെങ്ങനെ പറയാം? നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ പറയാം. ഇത് പാസ്റ്റ് ടെൻസ് ആണെന്നേ ഉള്ളൂ, അല്ലേ? അപ്പൊ ആദ്യം വണ്ടർ. ഓക്കെ, വണ്ടർ. ഓക്കെ, ഇനി അവളിപ്പോ വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. വണ്ടർ if she ate anything. If she ate anything, വല്ലതും കഴിച്ചിട്ടുണ്ടോ, anything വല്ലതും എന്തെങ്കിലും കേട്ടോ. wonder if she ate anything.
ഇനി വേണമെങ്കിൽ നമുക്ക് നൗ എന്നിവിടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വണ്ടർ ഇഫ് ഷി ഏറ്റ് എനിത്തിങ് നൗ. അവളിപ്പോ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം. വണ്ടർ ഇഫ് ഷി ഏറ്റ് എനിത്തിങ്. ഓക്കെ, ക്ലിയർ ആയല്ലോ. പാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ഇതിനെ പാസ്റ്റ് ഫോമിൽ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഒരു സെന്റൻസ്. അവരിപ്പോൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. അവരിപ്പോ എത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം, അല്ലെങ്കിൽ അവരിപ്പോ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഇതെങ്ങനെ പറയാം? ഓക്കെ, വണ്ടർ വണ്ടർ if അവരല്ലേ ദേ, if they came or not. വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിന് came or not എന്ന് പറഞ്ഞാൽ മതി ട്ടോ. ഓക്കെ, വണ്ടർ if they came or not. വണ്ടർ if they came or not. അവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം. ഓക്കെ, വണ്ടർ if they came or not. ക്ലിയർ ആയല്ലോ. അപ്പൊ നമ്മൾ എന്താണ് ഒരേ ഒരു ടൈപ്പ് സെന്റൻസ് ആണെന്ന് പഠിച്ചല്ലേ. അവർ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം, അവർ കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം, ഇതിപ്പോ ആരാണെന്ന് ആർക്കറിയാം, അവരിപ്പോ എവിടെയാണെന്ന് ആർക്കറിയാം. ഇങ്ങനെയുള്ള കുറച്ച് സെന്റൻസുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കിയതില്ലേ. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ആർക്കും ഒരു സംശയമില്ല എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. അടുത്ത ക്ലാസ് ആയിട്ട് കാണാം.